അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താണ് കുറേ ഫുഡൊക്കെ കളക്ട് ചെയ്ത് വരുന്ന വഴിയാണ്. ഇപ്പോൾ രാത്രിയായപ്പോൾ നമുക്ക് രാവിലെ ആക്കാം, എന്നിട്ട് നമുക്ക് എപ്പിസോഡ് 2 തുടങ്ങാം ഗൈസ്. നമ്മുടെ സർവൈവൽ സീരീസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ ഡയമണ്ടൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വാളുണ്ടാക്കി നമ്മൾ നെതറിൽ പോകാൻ പോണ് ഗൈസ്. കണ്ട കുറേ സാധനങ്ങളുണ്ട്. കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ വെക്കണം, അല്ലെങ്കിൽ ചത്താ പണി വാളും. പക്ഷെ ഞാൻ ചാവൂല ഗൈസ്, നിങ്ങൾക്ക് അറിയില്ലേ, ഐ ആം ദ ഡെഡ്ലിയസ്റ്റ് പ്ലെയർ ഇൻ മൈൻക്രാഫ്റ്റ് പി. അതുകൊണ്ട് ഞാൻ ചാവൂല. തൽക്കാലം നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കി വെക്കാം, അഥവാ ചത്താലോ. നമ്മൾ മരമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് വീട്ടിൽ ഞാൻ വിചാരിച്ചതൊരു വോളാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നെതറിൽ പോയി ഇനി കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ സ്ട്രോങ് ഹോൾഡ് കിട്ടി. അതിൽ എത്ര പേളുണ്ടാവും നമുക്കറിയില്ലല്ലോ. ഒരു 2-16 കിട്ടിയിടത്ര നമുക്ക് എടുക്കാം. പേളൊന്നും എൻ്റെ കയ്യിലുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ തപ്പി കണ്ടെടുക്കാൻ വയ്യ ഗൈസ്. അപ്പം അതിന് പകരം നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ആപ്പി കണ്ടുപിടിക്കേണ്ട ഗൈസ്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം, ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം നമ്മൾ വെച്ചിട്ട് 2 ഷീൽഡും ഉണ്ടാക്കണം ഗൈസ്. ആവശ്യം വരും. ചെസ്റ്റ് ഇരുന്നോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീടുണ്ടാക്കണം എന്നാണ് പ്ലാന്. വീടുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കാം എന്തായാലും. ഗൈസ്, നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി 5 ഡയമണ്ടൊക്കെ ഉണ്ട്. കമൻറ്റ് ബാക്കി 5 ഡയമണ്ട് കൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. 2 ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. ഡയമണ്ടിൻ്റെ ആർമർ ഫുള്ളായി. പിന്നെ അത്രേ പോവാ ഗൈസ്. അല്ല പോവാ, നെതറിൽ പോയി കാണാം. സാധാരണ നെതറിൽ തീരൊക്കെ പറഞ്ഞാൽ നേരെ ഫോട്ടോസിന് മുമ്പായിരിക്കും സ്പോണാവുക. അതേപോലെ എൻഡിൽ പോയ സിറ്റി പോകുമ്പോൾ കറക്റ്റ് സിറ്റീൻ്റെ മുമ്പിൽ തന്നെ സ്പോണാവും. അത് എന്താ ബാസ്റ്റിന് ഇങ്ങനെ 2 കാലൊക്കെ വെച്ചിട്ട്. ഫോട്ടോസ് അവിടെ ഉണ്ട്. അതിനവിടെ വേറെ ഗാസ്റ്റ് ഉണ്ട്. ഗാസ്റ്റായിട്ട് എന്താ പറയുക, നമുക്ക് ഓടിപ്പോവാ. റെയർ സ്പോണ് ഗൈസ്. ബാസ്റ്റിനെ ഫോട്ടോസ് ഒരുമിച്ച് ചെയ്യുന്നത് കാലപ്പോൾ ഓടി. അല്ലാതൊന്നും ഇല്ലേ, അല്ലെങ്കിൽ എല്ലാവരും മോളിൽ നിന്നൊക്കെ വരണാണല്ലോ. വരുന്നുണ്ട്, മോശം വരുന്നുണ്ട്. ലാഭിനൊക്കെ 100 ആയുസാണ് കണ്ടോ. നമ്മളീ കുറച്ച് കിട്ടേണ്ട ശല്യമുണ്ട് ഗൈസ്. നമ്മൾ വേൾഡത്തെ പോലെ ഇപ്പം നെതറിലും വന്ന് നമ്മുടെ പരിപാടി പറഞ്ഞപ്പോൾ പോയി ബ്ലേസ് റോഡ് കളക്ട് ചെയ്യണം. നമുക്ക് പണി തുടങ്ങാം ഗൈസ്. ബ്ലേസ് റോഡ് കളക്ട് ചെയ്ത് കാര്യം ജസ്റ്റ് മുകളിലേക്ക് പോകാനുള്ള സാധനങ്ങളും ബ്ലോക്ക് എടുത്തിട്ട് വന്നില്ല. അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഞാൻ ഒന്നും എടുത്തിട്ട് വരില്ല. അല്ല എത്തും സ്കെലിട്ടൺ മുകളിൽ നിന്ന് ചാടി വരുന്നതാണ്. ഫോർട്രസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഫോർട്രസിൽ ബ്ലേസിൻ്റെ ഒരു അടി കൊടുക്കുള്ളൂ. ബ്ലേസിൻ്റെ സ്പോണർ എവിടെയാണെന്നാണ് ഇപ്പം തപ്പി കണ്ടുപിടിക്കുന്നത്. ഇപ്പറ ഇങ്ങനെ പോകാതെ ഇതാണ് ഇനി പ്രശ്നം. ബ്ലേസിൻ്റെ സ്പോൺ കഴിഞ്ഞ് തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അടിയിൽ ഭയങ്കര ഡീപ്പാണ് കേട്ടോ. സ്ഥലത്തിന് പോകാനുള്ള വഴി വേറെ അറിയില്ല, അത് വേറെ കാര്യം. നമ്മൾ എവിടെ വന്ന് ഇവിടെ നമുക്കങ്ങനെ മേലെ കയറി പോവാം. സ്കെൽട്ടൺ ഗോൾഡിൻ്റെ ആർമറിട്ട സ്കെൽട്ടറൊക്കെ ഉണ്ടാവും. ഭയങ്കര റയർ എനിക്കറിയൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഭാഗ്യമാണ്, അത് മാത്രമേ എനിക്കറിയാം. ലൈഫ് എൻസി പിക്കാസ് കൊണ്ടാണ് ആക്സ് കൊണ്ടാണ് പൊട്ടിക്കുക.
ചാടാൻ പറ്റില്ലല്ലോ. ഇത് കഴിഞ്ഞ് ചെയ്തു. വിതർ സ്കെൽട്ടൺ. നമ്മുടെ പ്രോടാക്ടിക്സ് എടുക്കും. അതാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് പ്രോടാക്ടിക്സ്. അപ്പോൾ നമ്മളിനി വിതറിനെ അറിയാണ്ട് ആരെയോ അറിയാണ്ട് തല്ലി. മുമ്പിൽ വേറെ സാധനം. അത് എന്താണ് ഫുള്ള് ബ്രേസ്. ചാവല്ലേ ഇത് പിന്നെ അങ്ങനെ ചത്തോളൂ. ആരോട് തോന്നുന്നുണ്ട്. 3 ഗോൾഡ് കിട്ടി. ഫ്ലൈറ്റിലും കിട്ടി. ഇനി ഉണ്ട്. കഴിഞ്ഞുപോയി. ഡൈഡ് ബാക്കെന്ന് പറയണം. മുമ്പ് പറയണം. മൂളുന്ന ഒരാൾ 2 രൂപയില്ലേ. ബ്രേസ് റോഡ് കിട്ടിയില്ല. ചതി. ശരിയാവില്ല. നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്തത് ഇത് ഭയങ്കര പാടട്ടോ. അപ്പം ചാവും. 1 മിനിറ്റ്. കുഴപ്പമില്ല. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന് ഒബ്സീഡിയൻ കേസ് ഇപ്പം എൻ്റെ ആർമറിലാക്കണ ട്രിം കിട്ടി. നമ്മൾ ഡയമണ്ട് വേറെ കണ്ടുപിടിച്ചിട്ട് ആർമറിൻ്റെ ട്രിം നമുക്ക് ഡബിളാക്കി. പിന്നെ റൈഡ് വേണമല്ലോ അല്ലേ. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അല്ലേ. റൈഡൊക്കെ നമുക്ക് അടുത്തിൻ്റെ വല്ല എപ്പിസോഡിൽ കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ വിതറല്ല. ഇതിൻ്റെ പേരെന്താണ്? ബ്ലേസിനെയാണ് നമ്മൾ കൊണ്ടുണ്ട്. ഞാനിപ്പോൾ ഗെയിം മോഡ് ഹാർഡാക്കി. മോഡല്ല, ഗെയിമിൻ്റെ ഡിഫിക്കൽറ്റി ഹാർഡാക്കി. ബ്ലേസോട് ഒന്നും കൂടെ സുഖമായി കിട്ടെ ഹാർഡാക്കിയിട്ടുണ്ട്. എനിക്ക് എന്നാൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ ബ്ലേസോട് കിട്ടാൻ ഭയങ്കര കഷ്ടമാണ്. നേരെ പോയിട്ട് നേരെ മുകളിലേക്ക് പോയേനെ. നമ്മളതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്ലേസിനെ തപ്പി. ഞാൻ വന്ന വഴിയില്ലേ. അവിടെ ബ്ലേസ് സ്പോണർ ഉണ്ട്. പക്ഷെ അവിടേക്ക് നമുക്ക് പോവാം. പണിയുണ്ട്. നമ്മളെ കൊണ്ട് ഈ പണിയൊന്നും നടക്കൂല. നമുക്ക് കടന്നുറങ്ങാം. അതല്ലേ വെറുതെ പറഞ്ഞാണ്ടോ. നമ്മൾ 16 എൻഡർപ്പേളും 10 ബ്ലേസോടും കളക്ട് ചെയ്ത് കഷ്ടപ്പെട്ട് ചാവാനായി കളക്ട് ചെയ്ത് 2 ചത്തുകയും ചെയ്തത് വേറെ കാര്യം. ചാവാനായി. ഇനി ലാസ്റ്റ് കാഴ്ച നമ്മൾ ഫെൻഡർ 16 ഉണ്ടാക്കി. ബാക്കി ബ്ലേസ് പൗഡർ നമുക്ക് ജസ്റ്റ് വെക്കാം. പിന്നെ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പക്ഷെ നമുക്കിപ്പോൾ ഇനി ആ സൈഡിലേക്ക് പോകേണ്ടത്. ഞാനൊരു പൊട്ടനാണ്. ഞാൻ പിന്നെയും തെളിയിച്ച് തരികയാണ്. കാരണം താഴെയാണ് സ്ട്രോങ് ഹോൾഡ്. അതിന് ഞാനെന്തിനാ എൻ്റെ ഫെൻഡർ വേസ്റ്റ് ചെയ്ത് ഇനി അതെങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫെൻഡർ വേസ്റ്റ് ചെയ്യാൻ ഇവിടെ കുഴിക്കാൻ തുടങ്ങുക. അങ്ങനെ കുഴിച്ച് 1 മിനിറ്റ്. ഒരു സാധനം എടുക്കാൻ മറന്നു. നമ്മളിനി എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പോണ്. ഡയമണ്ട് എടുക്കാൻ മറന്നു. എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പോവാണ്. എൻചാൻമെൻറ്റ് ടേബിൾ എൻചാൻമെൻറ്റ് ടേബിൾ ബുക്ക് വേണ്ട. എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ലൈബ്രറീൻ്റെ വീട്ടിൽ പോയി ബുക്ക് ഷെൽഫ് ഫുള്ള് കളക്ട് ചെയ്യണം. അപ്പം ഞാനിനി ബാക്കിയുള്ള ബുക്ക് ഷെൽഫൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഷാർപ്നെസ് 1 പോരാ നമുക്ക്. 2 ലെവലും പാടല്ലേ. ഗൈസ് ഞാൻ ചത്തല്ലോ. ലെവല് പോയി. എന്താ കാട്ടെന്ന് വെച്ചാൽ നമുക്ക് എന്തില്ല, ബുക്ക് ഷെൽഫില്ല. ബുക്ക് ഷെൽഫ് കൊണ്ടെന്ന് വെച്ചാൽ
ചാൻസ് ഉണ്ട്, ഷാർപ്പ്നെസ് 5 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പിന്നെ ലക്കി ആയതുകൊണ്ട് എനിക്ക് ഷാർപ്പ്നെസ് 5 കിട്ടും. പിന്നെ ഞാൻ ബുക്ക് ഷെൽഫൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ കഴിച്ച് ഞാൻ ഇക്കൂടെയൊക്കെ വന്നിട്ട് ബുക്ക് ഷെൽഫ് 24 കളക്ട് ചെയ്തിട്ടുണ്ട്. 24 മതിയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ വെച്ച് നോക്കട്ടെ. എനിക്ക് എൻചാൻമെൻറ്റ് ടേബിളിന് അത്ര നോളേജ് ഇല്ല. മൈൻക്രാഫ്റ്റിനെ കുറച്ചൊന്നും എനിക്കത്ര നോളേജ് ഇല്ല ഗൈസ്, കാരണം ഞാൻ നൂബ. ബുക്ക് ഷെൽഫ് എങ്ങനെ ഉണ്ടാക്കുക? ഒന്ന് മതി, നമ്മളൊന്ന് കളഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഒന്ന് മതി. ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇനി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ബുക്കുണ്ട്, വുഡും ഉണ്ട്. ഇനി അടിക്കല്ലേ, ഒരു ബ്ലോക്കിൻ്റെ ഗ്യാപ്പ് വേണമല്ലേ എൻചാൻമെൻറ്റ് ടേബിളിൻ്റെ ചുറ്റും. ഇനി ഗൈസ് അപ്പോൾ നമ്മൾ ബാള് വെച്ച 30ൻ്റെ എൻചാൻമെൻറ്റാണ്. സ്മൈറ്റ് കവർ ചെയ്യുക, ഷാർപ്പ്നെസ് 2 ആപ്പിസ് ലസൂലി. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി 30 ലെവൽ കളക്ട് ചെയ്ത് വരണം. ഭയങ്കര പണിയാണ് ഗൈസ്, നമുക്കറിയില്ല, അത് ചെയ്തു തരാം. നമ്മൾ 17 ലെവലായിട്ടുണ്ട്, ഇതൊന്നും പോരാ. 17 ലെവൽ വല്ല എൻചാൻമെൻറ്റ് കിട്ടുമോ നോക്കട്ടെ. 17 കറക്റ്റ് 17 കിട്ടി. നോക്ക് പാക്ക് ഹാക്സിന് 7 കിട്ടും, പക്ഷേ വേണ്ട. ബാൻഡ് ഓഫ് പാത്ര ഷാർപ്പ്നെസ് 3 പിന്നെ കുഴപ്പമില്ല. വൃത്തികെട്ട എൻചാൻമെൻറ്റ് വെറുതെ സോഡി വെച്ചിൻ്റെ 17 ലെവൽ കളഞ്ഞ്. ഗൈസ് ഞാൻ നൂബാണ്. എന്ത് വൃത്തികെട്ട സാധനമാണ് ഗൈസ് ഇത്. ഇറ്റ്സ് അഡ്വാൻറ്റേജ് 16 എക്സ്പീരിയൻസ് പിന്നെയും ഉണ്ട്. ഞാൻ സ്പോടുന്നത് കളഞ്ഞ ഇതാണല്ലോ 17 എൻചാൻമെൻറ്റ് വെച്ചതാണ്. കുഴപ്പമില്ല, ഞാൻ എല്ലാ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. പിന്നെ കാണാം ഗൈസ്, ബൈ. അല്ല, ആ ക്ലിപ്പ് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ നമ്മളെല്ലാ ടൂൾസും ആർമറും ഭയങ്കര ഫയർ റെസ്പെക്റ്റൊക്കെ കിട്ടി ഗൈസ്. 2 ഡയമണ്ട്സ് കൂടെ ഉണ്ടാക്കി, 2 ഉണ്ടാക്കി, ബാക്കി 3 ഡയമണ്ട് ഉണ്ടല്ലോ. ഞാൻ 2 സോഡും കൂടെ ഉണ്ടാക്കി ചെയ്തു. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ചെയ്യാനുള്ള റെൻഡർ കൊല്ലാനുള്ള ഒരു ബോ ഉണ്ടാക്കി. അതിൽ നമ്മുടെ എൻ്റെ നിന്ന് കിട്ടിയൊരു എൻചാൻമെൻറ്റ് എന്ത് ചെയ്തു, നമ്മൾ ആക്കി. നമ്മൾ സ്ട്രോങ് ഹോളിൽ നിന്ന് കിട്ടിയില്ലേ എൻചാൻമെൻറ്റ്, നമ്മുടെ ആർമറിനും കുറച്ച് എൻചാൻമെൻ്റ് ആക്കി, എൻവിലൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് താഴെ ഡിക്ക് ചെയ്തിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരെ സ്ട്രോങ് ഹോൾഡ് കിടന്ന് തപ്പണു, ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേ ആയിക്കൂടി അലഞ്ഞ്, കുറേ ആയിക്കൂടി അലഞ്ഞ് ഒന്നും കിട്ടിയില്ല. അതാ ഞാൻ കുഴിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ കഴിച്ചു നമ്മൾ പിന്നെയും എത്തി. ഇവിടെ ഡെഡെൻ്റാണ് കഴിച്ച്, ഇനിയുള്ള വേറെ വഴിയില്ല. കുടുങ്ങി തല വേനയ്ക്കുണ്ട്. നമ്മൾ എവിടെയൊക്കെയോ എത്തി. ക്രീപ്പർ. ഇത് ശരിയാവില്ലേ, ഞാനിപ്പോൾ ചാവും. സ്ട്രോങ്ങൊന്നും ചാവണ പരിപാടിയില്ല. ഞാൻ അത്ര നേരം ഷീൽഡ് വെച്ചിട്ടില്ലായിരുന്നു. 2 ഷീൽഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഏതോ ഫെർമെൻറ്റിൽ 40 എത്ര ആയാണ് കിടക്കണ്ടേന്നില്ലേ, അതുകൊണ്ട് ഞാൻ എൻവിൽ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ സ്ട്രോങ് ഹോൾഡ് തപ്പിക്കണ്ടുപിടിക്കണം, അതാണ് പണി. ഇതിൽ പോക്കറ്റ് എഡിഷനിലുണ്ടോ? ചെസ്റ്റ് ഉണ്ട് അവിടെ. വല്ല നല്ല സാധനം കിട്ടിയാൽ നന്നായിരുന്നു. എൻഡർപുൾ കിട്ടി, വിശ്വകാരല്ല. നമ്മൾ എന്തിക്ക് പോകണമെന്നാണ് ഈ പരിപാടി നമുക്ക്. അപ്പം നമ്മൾ പറഞ്ഞാൽ ഇവിടെ കുറേ തപ്പി കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താഴെ പോവാം. കുറച്ച് താഴെയാണ് തോന്നുന്നുണ്ട്, സൈഡിലേക്ക് പോയി നോക്കിയാലോ. വെളിച്ചുള്ള സൈഡതാണ് എവിടെ എൻ്റെ പോർട്ടിൽ അറിയാം. അവിടെ വെളിച്ചല്ല, നമുക്ക് മേലെ പോവാം. ഇവിടെ വഴിയില്ല, താഴെ പോയി തപ്പട്ടെ. ചെസ്റ്റ് ഉണ്ട്, ചെസ്റ്റിൽ എന്താന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് എൻ്റർലൈനൊക്കെ കൊല്ലുമ്പോൾ ആവശ്യം വരും. റെഡ് സ്റ്റോൺ ഉണ്ട്, പിക്കാസ് ഉണ്ട്, ആവശ്യം വരും.
നമുക്കിനി എൻ്റെ പോർട്ടൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ സ്പോണർ പൊട്ടിച്ചിട്ട് പോർട്ടലിൽ നമുക്ക് പാട്ടുണ്ടാക്കാം. പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് ബി റെഡി ടു ഫൈറ്റ്. നമുക്ക് ചാടാം. ബെസ്റ്റ് ബെഡ് വെക്കാൻ നടക്കും. അത് വേറെ നമ്മൾ പ്രോ ആയതുകൊണ്ട് നമ്മൾ ചാവൊന്നുമില്ല. അത് വേറെ കാര്യം. നല്ല മുക്കിൽ കൊണ്ടുപോയി സ്പോൺ ചെയ്ത് വെച്ചിരിക്കണം ഗൈസ്. ചേച്ചന് ബ്ലോക്കും എടുത്തിട്ടില്ല ഞാൻ. മുകളിലൊക്കെ കെറിഞ്ഞ് പൊട്ടിക്കും വേണം. തീറ്റേൻ്റെ കുറവൊന്നുമില്ല. നമുക്ക് സൈഡിൽ കൂടെ പോയി മേലെ അങ്ങോട്ട് കയറാം. ക്രിസ്റ്റൽ എല്ലാതും പൊട്ടിച്ച് നമ്മളെ വിളിക്കല്ല. പിന്നെ നമുക്ക് കാണാം ഗൈസ്. അപ്പം ക്രിസ്റ്റലൊക്കെ നമ്മളെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ എൻഡർഡ്രാഗനെ കൊല്ലാണ് പോണത്. എൻഡർഡ്രാഗനെ ശരിയാവില്ല. എൻഡർഡ്രാഗനെ കൊല്ലണേ. ഞാനിപ്പോൾ ചാവും. വെള്ളം ഒഴിക്കണം. ഞാൻ ഷേഡർ വെച്ചിട്ടുണ്ട്. ഷേഡർ വെച്ചതുകൊണ്ടാണോ എന്നറിയില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഈ ഡ്രാഗൻ്റെ മറ്റേ സാധനം കണ്ണി കാണില്ല. സാധനങ്ങളൊക്കെ അങ്ങോട്ട് കണ്ടാവും. അത് ഞാൻ ചത്ത് റീപ്ലൈ പറഞ്ഞാണ്. നമ്മളിനി ഇതിനെ കൊല്ലം തിരിഞ്ഞ് നിൽക്കണോണ്ട് കുഴപ്പമില്ല. ഇനി ഇൻ്റർനാഷണൽ സോണോണ്ട് 5-6 അടിച്ചത് പറന്നു പോയി തോന്നുന്നുണ്ട്. എൻ്റെ വാട്ടർ ബക്കറ്റ് അവിടെ കിടക്കുകയാണ് ഗൈസ്. എടുക്കണത് പോയിട്ട് അല്ലാതെ വല്ല പ്രശ്നങ്ങളുണ്ടാവും. തിരിച്ച് വന്ന് ബാക്കിൽ കൂടെ പോകണം. സൈഡിൽ കൂടെ പോകാനൊരു പ്രശ്നം. ചാടിത്തരണം. ഗൈസ് ഞാൻ ഇപ്പോൾ കൊല്ലും. ഇല്ല, അതിൻ്റെ സോഡിൻ്റെ പ്രത്യേകത അത് വേറെ. ഇത് എന്താണിത്? അപ്പം ചാവും. എൻ്റെ ഗോൾഡൻ അപ്പാരാവണ്ട ഗൈസ്. 1 2 3 4 5 6 7 8 9 പോയി ഗൈസ്. കൊല്ലാൻ ചാവാനായി നിൽക്കുന്നു ഞാനും എൻ്റർഡ്രാഗനും. ഇതിൻ്റെ ടെക്സ്ചർ പാക്ക് എങ്ങനെയാണെന്ന് പറയാനുണ്ടോ ഗൈസ്. റിയലിസ്റ്റിക് ആയി തോന്നുന്നത്. കൊല്ലരുത് പ്ലീസ്. കൊല്ലരുത്. ഹാഫ് ഹാർട്ടിൽ രക്ഷപ്പെട്ട് കഴിച്ചു ഞാൻ. ബിക്കോസ് ഐ ആം പ്രോ. കണ്ടോ ഗോൾഡൻ ആപ്പിൾ. അപ്പം ചാവും. ഇല്ല. എന്താണ് വെള്ളത്തിൽ നിൽക്കാൻ സമ്മതിക്കൂല അർണവന്മാർ. പിന്നെയും വന്നിട്ട് ചാവാനായി എൻ്റർഡ്രാഗനെ കൊന്നു നമ്മൾ. അപ്പം നമ്മൾ യൂട്യൂബ് ചാനലിൽ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് എൻ്റർഡ്രാഗനെ കൊന്നു. XP കണ്ടോ XP. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത്ര സപ്പോർട്ട് ചെയ്ത് എൻ്റർഡ്രാഗനൊക്കെ കൊന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ ഗൈസ്? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ പ്രോ ആണ്, ദ ഡെഡ്ലിയസ്റ്റ് പ്ലെയർ ഇൻ ദ മൈൻക്രാഫ്റ്റ്. ഇത് നമ്മളൊരു സർവറിൽ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മളൊരു സർവറിൻ്റെ IP ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ സർവറിൽ കയറും. ഇത് ഏതാണ് നമ്മളെ സർവറിൽ കയറും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും ഗൈസ്. എൻ്റർമാൻ തന്നെ എന്നെ ക്ഷണിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക ഗൈസ്. ബൈ.